അദാനി കമ്പനികൾക്കെതിരായ വെളിപ്പെടുത്തലുകളിലൂടെ ശ്രദ്ധേയമായ ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ തന്നെയാണ് അറിയിച്ചത്. ആടിയുലയേണ്ടിയിരുന്ന ചില സാമ്രാജ്യങ്ങളെ ഉലച്ചുകൊണ്ടാണ് മടക്കമെന്ന് ആൻഡേഴ്സൺ പറയുന്നു. ആശയങ്ങളും പ്രൊജക്ടുകളും എല്ലാം പൂർത്തിയാക്കിയെന്നും പ്രവർത്തനം നിർത്താനുള്ള തീരുമാനം മുൻപേ എടുത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഏറെ ശ്രമകരമായാണ് ഇത്തരമൊരു സ്ഥാപനത്തിന് താൻ തുടക്കമിട്ടതെന്ന് ആൻഡേഴ്സൺ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പറയുന്നു. മികച്ച ഒരു ടീം ഒപ്പമുണ്ടായിരുന്നുവെന്നും നിയമപരമായ പിന്തുണ പലരിൽ നിന്നും ലഭിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഭീഷണിയോ മറ്റു കാരണങ്ങളോ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് പിന്നിലില്ലെന്നും ആൻഡേഴ്സൺ പറഞ്ഞു. 2017 ഹിൻഡൻബർഗ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നാലെ വിവിധ കമ്പനികളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അദാനി കമ്പനികൾ വിദേശത്തെ ഷെൽ കമ്പനികൾ മുഖേന ഓഹരി വില പെരുപ്പിച്ചുകാട്ടി അഴിമതി നടത്തിയെന്ന റിപ്പോർട്ടാണ് ഹിൻഡൻബർഗിന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തത്. വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുൻപ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയുമാണ് ഹിൻഡൻബർഗിന്റെ രീതി. 2023 ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഇന്ത്യൻ ഓഹരി വിപണി കൂപ്പുകുത്തുന്നതിന് കാരണമായിരുന്നു. അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്നായിരുന്നു ആരോപണം. വിദേശ രാജ്യങ്ങളിൽ കടലാസ കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നുമായിരുന്നു അദാനിക്കെതിരായ പ്രധാന ആരോപണം. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം 12.5 ലക്ഷം കോടി രൂപയുടെ ഇടിവിന് ഇത് കാരണമായി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.